ഹലോ, നമ്മുടെ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൻ്റെ കുറച്ച് ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ടും കൂടെ ബാക്കി പൊതിയാനുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് കൊടുക്കേണ്ടത് കാരണം അതൊന്നും പൊതിയുന്നത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത് പൊതിയാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ നോട്ട്ബുക്കൊക്കെ റീൽസിൽ ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ ഒരു കോർണർ വരുമ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണല്ലോ നമ്മൾ സാധാരണ പൊതിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ റീൽസിൽ കണ്ടത് അങ്ങനെയല്ല, ഇതിൻ്റെ അടിഭാഗത്ത് ഉള്ളിലോട്ട് മടക്കി വെക്കുന്ന കേട്ടോ. അപ്പം ആ ഒരു രീതി ഞാനിതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ മോൻ്റെ ബുക്കിലാട്ടോ ആദ്യമേ പരീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളെടുത്തേക്ക് സാധനങ്ങൾ ഒരു ബ്രൗൺ പേപ്പർ ഷീറ്റ്, ഇത് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയ കേട്ടോ, ഒരു കത്രിക, പിന്നെ ഒരു സ്റ്റാപ്ലെയർ പിന്ന്, പിന്നെ നമ്മുടെ പേരെഴുതാനായിട്ടുള്ള നെയിൽ സ്ലിപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മളിനി നമ്മുടെ ബുക്ക് പൊതിയാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ബുക്ക് പൊതിയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഈ ബുക്ക് പൊതിയുന്നത് ഞാൻ പറഞ്ഞില്ല, ഉള്ളിലോട്ട് മടക്കി വെക്കുന്നു. അതായത് ഇതുപോലെ ഔട്ടർ കവറിൻ്റെ ഇവിടെ നമുക്ക് ഈ ഒരു ചെറിയൊരു സ്പേസിങ് കാണുമല്ലോ, ഇതിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇതുപോലെ മടക്കി വെക്കുവാണ്. സാധാരണ നമ്മൾ ഈ ഒരു കോർണർ വശം കട്ട് ചെയ്ത് കളയുമല്ലായിരുന്നു. ഇവിടെ നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി, നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ ഒരു മൂലഭാഗം പെട്ടെന്ന് പോകാതെയൊക്കെ നമുക്ക് ബുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുമേ. പക്ഷേ അതേസമയം നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ഈ ഒരു ടെക്സ്റ്റിൽ പറ്റുന്നുണ്ട്. അതേസമയം ചില ടെക്സ്റ്റ് ബുക്കിൻ്റെ കാണിക്കാമേ, ഈ ഒരു മോഡൽ വരുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിഭാഗം നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിവിടെ അവർ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കോർണർ കട്ട് ചെയ്തിട്ടല്ല നമുക്ക് പൊതിയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആട്ടോ മോൻ്റെ ബുക്ക്. നമ്മുടെ പഴയ കാലമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറുതിൽ LKG UKG പഠിച്ചതും ഇതൊക്കെ നമ്മൾ ചെയ്തതൊക്കെ. അതുപോലെ ബുക്ക് പൊതിയുന്നതൊക്കെ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ കുറച്ച് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബുക്ക് പൊതിഞ്ഞ് പതിയെ തുടങ്ങാം. അത്യാവശ്യം വീതിയുള്ള ഒരു ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ നമ്മൾ ഇങ്ങനെയല്ല പൊതിയുന്നത്. ഞാനതിന് വീതിയുള്ള നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഫ്ലോയിൽ പറഞ്ഞ് നമ്മുടെ ബുക്കിൻ്റെ കവറിന് ഞാനിപ്പോൾ തുണി എന്നാണ് പറയുന്നത്. കുറച്ച് ഒറ്റയടപ്പൊക്കെ ആട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹകരിച്ച് വീഡിയോ കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇച്ചിരി അടിഭാഗം വന്നപ്പോൾ ചെറുതായിട്ട് കയറിപ്പോയാ, പൊട്ടേ കുഴപ്പമില്ല. നമുക്കപ്പോൾ ബുക്ക് പൊതിയാം. ഈ ഒരു രീതിയിൽ ബുക്ക് വെക്കുക, ഇങ്ങനെ വെക്കുക. സാധാരണ ബുക്ക് പൊതിയാൻ വേണമെങ്കിൽ ഇത്ര വീതി ഇഷ്ടമല്ലാത്തവർക്ക് അത് വെട്ടിയും കളയാം. ഞാനങ്ങനെ വെട്ടിയൊന്നും കളയുന്നൊന്നുമില്ല. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മോൻ്റെ അല്ലേ, അപ്പം എത്ര നാൾ ഈ പൊതിച്ചിലൊക്കെ കാണുമോ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എനിക്ക് സ്കൂളിൽ ഇതുപോലെ ബ്രൗൺ ഷീറ്റായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് പൊതിയാനൊക്കെയാണ്, കാണാനാണേലും കുറച്ചും കൂടെ എനിക്കൊന്ന് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു കവറിങ്ങാണ് ഈ ഒരു ബ്രൗൺ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഈ ഒരു രീതി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പാർട്ട് എടുക്കണം. അതായത് നമുക്ക് ഈ നടുക്ക് കാണുന്നില്ലേ, അത് നമ്മൾ ഈ ഒരു രീതിയിൽ വെക്കണം നമ്മുടെ ബുക്ക്. ഇനി ഈ മിച്ചമുള്ള കുറച്ച് കറക്റ്റ് ലെവലിനാണോ നോക്കണം. ഇല്ല, ചിലയിടത്ത് കൂടിപ്പോവും, ചിലയിടത്ത് കുറഞ്ഞു പോകും. ഈ ഒരു രീതിയിൽ മടക്കണം നമ്മൾ. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കത് അത്ര നീറ്റായിട്ട് കിട്ടത്തില്ല. വിരൽ കൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതുണ്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അടിഭാഗം ഇതുപോലെ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ ബുക്കിൻ്റെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കവറിങ് ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം കറക്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് ഒരു നീറ്റ്നെസ് കിട്ടത്തുള്ളൂ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നതല്ലേ കാണാൻ ഭംഗി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുക്ക് പൊതിഞ്ഞ് ഒരു 90% ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് കുറച്ച് അകത്തോട്ട്
മടക്കി വെക്കാം കേട്ടോ. അപ്പം ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആദ്യമായിട്ടാണോ ഞാൻ പുസ്തകം പൊതിയുന്നില്ലേ, ആർക്കും അറിയത്തില്ലേ എന്ന്. അങ്ങനല്ല, ഈ ഒരു മെത്തേഡ് ഞാൻ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കണ്ടോ. അപ്പോൾ ഉൾഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഇവിടെ ഒക്കെ കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ ബുക്ക് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അടിഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ അറിയത്തില്ലാത്തവരാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. ആദ്യമേ ചെറിയ കത്രിക എടുത്തെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ടെന്ന് തോന്നിയില്ല. കാരണം ഭയങ്കര പതുക്കിയാണ് നമുക്ക് ആ പേപ്പർ മുറിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അതായത് ബ്രൗൺ പേപ്പർ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തയ്ക്കുന്ന കത്രിക തന്നെ എടുത്തു കേട്ടോ. വേറെ കത്രികകളുള്ളതാണ്, നമുക്ക് ആവശ്യത്തിന് നോക്കുമ്പോൾ അറിയാമല്ലോ, ഒരു സാധനവും നമുക്ക് കാണത്തില്ല. അങ്ങനെ നമ്മൾ ബുക്ക് എങ്ങനെയാണോ മടക്കി നമ്മൾ ബുക്ക് പൊതിഞ്ഞത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ പൊതിയുന്നുണ്ട് കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് തയ്ക്കുന്നതാണ് എൻ്റെ വായി വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിഴുങ്ങുന്നത് പറയുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ടെക്സ്റ്റും അതുപോലെ തന്നെ നമ്മളെല്ലാം പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ അടിഭാഗം മടക്കി ചെയ്തിട്ടുണ്ട്. ചില ടെക്സ്റ്റിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് സൈഡ് കട്ട് ചെയ്തിട്ടാട്ടോ നമ്മൾ ചെയ്തത്. കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ പൊതിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് സ്റ്റാപ്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ പേപ്പർ എന്തായാലും അവർ കീറിക്കളയും, ഇല്ലെങ്കിൽ അവരെടുത്ത് എറിയുമ്പോൾ അത് കീറിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ബുക്കിലും ടെക്സ്റ്റിലും ഒക്കെ ഞാൻ സ്റ്റാപ്ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാപ്ലെയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നുന്നു, നമ്മൾ എടുക്കാതിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നെ നമ്മുടെ ബുക്കുമായിട്ട് പതിഞ്ഞ് ചെറിയൊരു തുരുമ്പൊക്കെ വരും. പിന്നെ അത് കുഴപ്പമില്ല, കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ അത്ര സേഫ്റ്റി കൊടുത്ത് വിട്ടെങ്കിലല്ലേ തിരിച്ച് ബുക്ക് വീട്ടിൽ വരത്തുള്ളൂ. ആ ഒരു അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും സ്റ്റാപ്ലെയർ പിൻ ചെയ്തത്. സ്റ്റാപ്ലെയർ പിൻ ചെയ്തതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള നെയിം സ്ലിപ്പാണ് പിന്നെ ഒട്ടിക്കുന്നത്. അത് നമുക്ക് സ്കൂളിൽ നിന്ന് ഈ സ്പൈഡർമാൻ തീമാട്ടോ കിട്ടി. അവൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ സ്പൈഡർമാൻ തീമിലാണുള്ളത്. അങ്ങനെ നമ്മുടെ നെയിം സ്ലിപ്പും അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ തീമിൽ തന്നെ കിട്ടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ചെറുപ്പം മുതൽ അതിങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കത്തില്ല, അത് നല്ല രസമുണ്ട്. പക്ഷേ ചിലയിടത്ത് അങ്ങനെ നമുക്കത്ര സ്മൂത്തായിട്ട് കിട്ടത്തില്ല അത് എടുക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ ചെറിയ കത്രികയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്തൊക്കെ ആട്ടോ എടുക്കുന്നു. ഒരെണ്ണം ഞാൻ അതുപോലെ എടുക്കാൻ നോക്കിയപ്പോൾ കീറിപ്പോയി. അതാണ് സെപ്പറേറ്റ് ഒരെണ്ണം മാറ്റി ഞാൻ വെച്ചേക്കുന്നത്, എടുക്കാതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നെയിം സ്ലിപ്പൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ നമ്മൾ പേരെഴുതുക കേട്ടോ. പേരും അതുപോലെ തന്നെ സ്കൂളും ക്ലാസ്സും മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. സബ്ജക്റ്റ് ഒന്നും നമ്മൾ എഴുതുന്നില്ല. ബുക്കിൽ മാത്രമാണ് ബുക്കിൽ ഞാൻ പ്രത്യേകിച്ച് സബ്ജക്റ്റിൻ്റെ അവിടെ നിന്നിട്ടില്ല. കാരണം 2 ലൈൻ 4 ലൈൻ മാത്സ് നോട്ടൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ബുക്കിൻ്റെ പുറത്ത് എഴുതി കഴിഞ്ഞിട്ട് ഓർത്ത് അതിൻ്റെ ഉള്ളിൽ എഴുതണമല്ലോ എന്ന്. കാരണം കവർ എപ്പോഴാണ് കളയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി അതിൻ്റെ ഉള്ളിൽ എഴുതാമെന്ന് കരുതി ബുക്കിൻ്റെ ടെക്സ്റ്റിൻ്റെ ഒക്കെ ഞാൻ ഉള്ളിൽ എഴുതിയിട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ബുക്കെന്ന് പറയുന്നത്. ബാക്കി ബുക്കും ടെക്സ്റ്റും ഒക്കെ ഉണ്ടായിരുന്നത് നമ്മൾ സ്കൂളിൽ കൊടുത്തു വിട്ടേക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.